നീതിക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ദളിത് പോരാളിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ചിത്രലേഖ ഇനി ഓർമ്മ. നൂറുകണക്കിനാളുകളാണ് പ്രിയ പോരാളിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. CPM കോട്ടയിൽ പാർട്ടിയുടെ നിലപാടിനും നയത്തിനുമെതിരെ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ചിത്രലേഖയെ അടയാളപ്പെടുത്തിയത്. ഞായറാഴ്ച 11 മണിയോടെ മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. അവസാനം വരെ ചിത്രലേഖയുടെ പോരാട്ടത്തിന് ഒപ്പം നിൽക്കാനായെന്ന് വിനോദ് പയ്യന്നൂർ പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. മരിക്കുന്നതിന്റെ തൊട്ടു മുന്നേ സുരേഷ്കാന്തിനെ ഞാൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ചിത്രലേഖ ഫോൺ കൊടുക്കുന്നത്, പക്ഷെ ചിത്രലേഖ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ വിനോദാന്ന് വിളിച്ചതല്ലാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ നിരന്തരമായി 2005 മുതൽ ഞങ്ങളുടെ ബന്ധം കൊണ്ട് തന്നെ നിരന്തരമായി ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സഹായങ്ങളൊക്കെ തന്നെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ ചിത്രലേഖയോടൊപ്പം നിൽക്കാനും ചിത്രലേഖയുടെ പോരാട്ടങ്ങൾക്കൊപ്പം എല്ലാ വിധത്തിലും സർവാത്മന കൂടെ നിൽക്കാനും പിന്തുണക്കാനും ഞാൻ പ്രദാനം ചെയ്ത സംഘടനയും പയ്യന്നൂരത്തെ പൗരാവകാശ പ്രവർത്തകരും പ്രതിരോധ പ്രവർത്തകരും സ്ത്രീ പ്രവർത്തകരും ഒക്കെ തന്നെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊരു പോരാളിക്ക് മുന്നിൽ ആ പോരാളിയോടൊപ്പം ഞങ്ങൾക്ക് വളരെ അവരെ എല്ലാ വിധത്തിലും സഹായിക്കാൻ പറ്റിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മൂല്യങ്ങൾക്ക് വേണ്ടി പടപൊരുതിയയാളാണ് ചിത്രലേഖയെന്ന് ഡോക്ടർ D. സുരേന്ദ്രനാഥ് പറഞ്ഞു. പോരാട്ടമാക്കി മാറ്റിയ ഒരു ആളിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു. വിഷമമുണ്ട്. ഇന്ന് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മൂല്യങ്ങൾക്ക് വേണ്ടി പടപൊരുതി എന്ന് തന്നെ പറയേണ്ടി. പക്ഷേ നമുക്ക് വേണ്ടത്ര അവരെ സഹായിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. പുരുഷാധികാരത്തിൻ്റെ മേലെ സ്ത്രീയുടെ അധികാരശക്തി ഉപയോഗിച്ച ഒറ്റയാൾ പോരാളിയായിരുന്നു ചിത്രലേഖയെന്ന് പള്ളിപ്പുറം പ്രസന്നൻ പറഞ്ഞു. ഒരു പുരുഷാധികാരത്തിൻ്റെ മേലെ സ്ത്രീയുടെ അധികാരശക്തി ഉപയോഗിക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ കണ്ടത്. ഇവരെ വേദനയും പ്രശ്നങ്ങളെല്ലാം അവരെ കുടുംബത്തോടും സമൂഹത്തോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമൂഹത്തിൽ നിനക്കൊക്കെ കീഴടങ്ങിയിട്ട് അവർ പറയുന്നവർ കേട്ടുകൂടെ എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ ഒരു സമരമുഖത്ത് വരില്ലായിരുന്നു. പക്ഷേ ആരും പറയുന്നത് ഇവരുടെ വേദനയും ഇവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാത്ത ഒരു സമൂഹം, അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഒറ്റക്ക് അത് ആ സമരം നയിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഒറ്റയാൾ പോരാട്ടം എന്നുള്ളൊരു സമരം നമ്മൾ വ്യാപകമായിട്ട് കാണാം. ഇവിടെ നടന്ന ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിശക്തമായ വലിയ പ്രബല ശക്തി, ഒരു സമൂഹത്തിൻ്റെ ആർജിച്ചെടുത്ത വലിയ പുരോഗതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മൂല്യങ്ങളിൽ ഒരു മാറ്റമില്ലാത്ത സമൂഹം ഇപ്പോൾ ഉള്ളത്. ആ സമൂഹത്തോടുള്ള ഒരു പോരാട്ടമാണ് ഈ സ്ത്രീ നടത്തിയത്. അത് പരാജയമോ വിജയമോ എന്നത് ആർക്കും വിലയിരുത്താൻ കഴിയില്ല. അത് സമൂഹം ഭാവിയിൽ വിലയിരുത്തേണ്ട ഒരു വലിയ പോരാട്ടമാണ്. അവർ തകർന്നിട്ടില്ല. പക്ഷേ അവസാനം അവർ തകർന്ന് മാനസികമായി ശാരീരികമായി തകർന്നത്. മാനസികമായി തകർന്നില്ലെങ്കിലും ശാരീരികമായി തകർന്നു. അവർക്ക് ഒരു വീട് അവസാനം അവരെ ഒരു പാലായനം ചെയ്ത് ഇവിടെ കണ്ണൂരിൽ ഇവിടെ എത്തി. അവരിവിടുന്ന് ഒരു കൊച്ചു വീട് സ്വപ്നമായിരുന്നു അവരുടെ. ആ വീട് പോലും നടക്കുന്ന സമയത്ത് ശരീരമൊക്കെ തകർന്നു, മാനസികമായി തകർന്ന് രോഗം ബാധിച്ചു. ആ രോഗത്തെ പോലും അവർ ശ്രദ്ധിക്കാതെ അവരുടെ പ്രയാണം തുടരുകയുണ്ടായിരുന്നു. എല്ലായിടത്തും കുത്തുവാക്കും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ല. ഞാൻ ഇതിനു വേണ്ടി പോരാടും. അവസാന നിമിഷം വലിയ പ്രഗത്ഭന്മാരോട് അവിടെയുള്ള വലിയ പ്രസ്ഥാനങ്ങളോടെല്ലാമാണ് വലിയ മതാധിഷ്ഠിത സമൂഹത്തോട് പോലും ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് അവർ ഈ മരണത്തിന് കീഴടങ്ങുകയായത്. അർബുദത്തെ തുടർന്ന് ശനിയാഴ്ചയാണ് ചിത്രലേഖ മരണത്തിന് കീഴടങ്ങിയത്. ജാതി പീഡനം ആരോപിച്ച് CPMനെതിരെ നടത്തിയ സമരങ്ങളാണ് ചിത്രലേഖയെ ശ്രദ്ധേയമാക്കിയത്. പയ്യന്നൂർ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാനെത്തിയ ചിത്രലേഖയ്ക്ക് CITU വിലക്കേർപ്പെടുത്തി. അതിനെതിരെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അന്ന് രാത്രി ചിത്രലേഖയുടെ ഓട്ടോയ്ക്ക് ആരോ തീയിട്ടു. ഇതിന് പിന്നിൽ CITU ആണെന്ന് ചിത്രലേഖ ആരോപിച്ചു. ഇതിന് പിന്നാലെ പലവട്ടം ചിത്രലേഖയ്ക്ക് നേരെയും ഓട്ടോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായി അരുവിക്കര മണ്ഡലത്തിൽ ചിത്രലേഖ മത്സരിച്ചു.
2024 ആം ആദ്മി പ്രവർത്തകരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ വാങ്ങിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് പെർമിറ്റ് അനുവദിക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോ ഓടിക്കാനായില്ല. ഇതിനിടെയാണ് പാൻക്രിയാസിലും ലിവറിലും ക്യാൻസർ ബാധയുണ്ടാകുന്നത്. തുടർന്ന് ചികിത്സ തേടിയ മലബാർ ക്യാൻസർ സെന്ററിൽ 1.5 മാസത്തോളം തനിക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്ന് ചിത്രലേഖ ആരോപിച്ചിരുന്നു. അവസാന നിമിഷം തോറ്റുപോയെങ്കിലും 2 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിലൂടെ തല ഉയർത്തി തന്നെയാണ് ചിത്രലേഖയുടെ മടക്കം. സമകാലിക മലയാളം, കണ്ണൂർ.